MC റോഡ് വഴി യാത്ര ചെയ്യുന്നവരെപ്പോഴും കണ്ടിട്ടുണ്ടാവും. അതായത് കൊട്ടാരക്കര എത്തുന്നതിന് മുമ്പ് വലതുവശത്തായിട്ട് ഗ്രീൻ വാലി എന്ന് പറഞ്ഞിട്ടൊരു നഴ്സറി. ധാരാളം പൂക്കളോട് കൂടി നിൽക്കുന്ന ബൊഗെയിൻവില്ല പ്ലാന്റ്സുകളാണ് അവരുടെ പ്രത്യേകത. റോഡ് സൈഡിൽ തന്നെ ഒരുപാട് കളർ, അതായത് ഒരു ചെടിയിൽ തന്നെ മൾട്ടി കളറായിട്ടുള്ള ഒരു 10ഉം 15ഉം കളർ ചെടി ഫ്ലവർ ഒരു ചെടിയിൽ തന്നെ പൂത്ത് നിൽക്കുന്ന കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ നഴ്സറിയിൽ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ഇൻഡോർ പ്ലാന്റുകൾ, നല്ല ഭംഗിയുള്ള ഇലകളും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റിനും ഔട്ട്ഡോർ പ്ലാന്റിനും ആവശ്യമായ പോട്ടുകൾ, സെറാമിക് പോട്ടുകളൊക്കെ മേടിക്കാൻ കിട്ടും. എല്ലാം വലിയ വില കൂടുതലൊന്നുമില്ല. അപ്പം ഞാൻ ഇവിടെ വന്നപ്പം കുറച്ച് ഓർക്കിഡ് പ്ലാന്റുകൾ വെച്ചിരിക്കുന്ന കണ്ടു. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. നമ്മൾ സാധാരണ കാണുന്ന കളർ കോമ്പിനേഷനൊക്കെ ഉള്ളൂ, വലിയ വെറൈറ്റി കളേഴ്സൊന്നുമില്ല. പക്ഷേ ഉള്ള പ്ലാന്റുകൾ നല്ല ഹെൽത്തിയാണ്. നമ്മൾ സാധാരണ 150, 200 മേടിക്കുന്ന ഒരിലയും ഒരു പൂവുമുള്ള ഒരു ചമ്മിൽ 2-3 പൂവൊക്കെ ഉണ്ടാവുള്ളല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല. ഒരു ചെടിയുടെ അടിയിൽ തന്നെ 3, 4, 5 തണ്ടുണ്ട്. നല്ല ഹെൽത്തി പ്ലാന്റാണ്. വില 350 റേറ്റ് കേട്ടോ. നമ്മൾ സാധാരണ 150, 200 മേടിച്ച് വെക്കുന്ന ചെടിയെക്കാട്ടി കുറച്ചുകൂടി നല്ല ചെടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെടി മേടിച്ച് വെക്കുന്നതാണ് നല്ലത്. നമ്മൾ ഈ ചെറിയ ഒരു സ്റ്റെം ഉള്ളത് പൂ കഴിയുമ്പോൾ അങ്ങ് പോവും. എത്ര കൂടുതൽ തണ്ടുണ്ടോ അത്രയും പൂക്കൾ നമുക്ക് ഓർക്കിഡിൽ നിന്ന് കിട്ടും. ഈ കളറൊക്കെ ഞാൻ സ്ഥിരം നമ്മുടെ വീട്ടിലുള്ള പൂക്കളാണ്. മിക്കവാറും എല്ലാ ഇതിനകത്തുള്ള മിക്കവാറും എല്ലാ കളറും എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇത് കണ്ടോ, നല്ല ഫ്ലവറാണ്. അപ്പോൾ ഇപ്പം മഴ സമയമാണ്. മഴ സമയത്ത് നമ്മൾ കുറച്ച് ഓർക്കിഡ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഓർക്കിഡൊക്കെ നഷ്ടപ്പെട്ടു പോകും. കാരണം ഏറ്റവും കൂടുതൽ ഫംഗൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത് മഴ സമയത്താണ്. അപ്പോൾ മഴയ്ക്ക് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു ഫംഗലിനുള്ള എൻഡോഫിലോ സാഫോ ഒന്ന് അടിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പം നമ്മുടെ ചെടി നഷ്ടപ്പെടാതെയും ഈ മഴയത്ത് പൂക്കൾ പൊഴിഞ്ഞു പോവാതെയൊക്കെ ഇരിക്കാൻ ഏറ്റവും നല്ലതാണ്. ഓർക്കിഡിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഫംഗലാണ് കേട്ടോ. ബാക്കി ചുവടഴുകുന്നത് ബാക്കിയുള്ളതൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഇഷ്യൂസാണ്. അപ്പോൾ മഴ സമയത്ത് അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അന്തരീക്ഷം തന്നെ ഒരു ഈർപ്പമുള്ളതാണ്. അപ്പോൾ ഓർക്കിഡിന് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്, ഒരു മഞ്ഞ ഈച്ച നമ്മുടെ പൂക്കളെല്ലാം തിന്നിട്ട് പോകാറുണ്ട്. അപ്പം ഞാൻ അതിന് കെമിക്കലെല്ലാം വെളുത്തുള്ളി ചതച്ച് വെള്ളത്തിലിട്ടിട്ട് അതിനെ ഒരു 2 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.